നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ ചരിത്ര വിജയത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ജന്മനാടായ എറണാകുളത്ത് ആവേശോജ്ജല സ്വീകരണം. തിരുവനന്തപുരത്തെ ഔദ്യോഗിക വിജയാഘോഷങ്ങൾക്ക് ശേഷം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അദ്ദേഹത്തെ നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്നാണ് വരവേറ്റത്. മുഖ്യമന്ത്രി സതീശ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി പ്രവർത്തകർ അദ്ദേഹത്തെ ചുമലിലേറ്റിയാണ് സ്റ്റേഷന് പുറത്തേക്ക് എത്തിച്ചത്. കൊച്ചി നഗരത്തിൽ നിന്നുള്ളവർക്ക് പുറമെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയൊരു ജനക്കൂട്ടം തന്നെ സ്വീകരണത്തിനായി എത്തിയിരുന്നു. തിരക്കിനിടെ ഒരാൾ കുഴഞ്ഞു വീഴുകയും സ്റ്റേഷനിലെ ഇൻഫർമേഷൻ കൗണ്ടറിലെ ഗ്ലാസുകൾക്കും സ്കാനറുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കൊച്ചിയിലെ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം തന്റെ മണ്ഡലമായ പറവൂരിലേക്ക് തിരിച്ചു. അവിടെയും പ്രവർത്തകർ വലിയ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് സതീശനെ കാത്ത് പ്രവർത്തകർ കാത്തുനിന്നത്. കാത്തിരിപ്പിനൊടുവിൽ സതീശൻ വന്നിറങ്ങിയതോടെ പ്രവർത്തകരുടെ ആവേശം ഇരട്ടിയായി. പിന്നീട് റെയിൽവേ സ്റ്റേഷൻ പരിസരം സമീപം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. തടിച്ചുകൂടിയ പ്രവർത്തകർ സതീശന് വലിയ സ്വീകരണം ഒരുക്കി. മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പൂച്ചെണ്ടുകൾ നൽകിയും കൈ കൊടുത്തും പ്രവർത്തകർ അവരുടെ നേതാവിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു. ജനങ്ങൾക്ക് നേരെ കൈവീശി സതീശൻ തടിച്ചുകൂടിയവരെല്ലാം അഭിവാദ്യം ചെയ്തു. DCC ഓഫീസിന്റെ മെയിൻ ഓഡിറ്റോറിയത്തിൽ വെച്ചും VD സതീശൻ കേക്ക് മുറിച്ച് ആഹ്ലാദം പങ്കിട്ടു. പ്രവർത്തകർക്കൊപ്പം സെൽഫി എടുത്തു. അണികൾ ഷാൾ അണിയിച്ചു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്ന UDF 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകൾ നേടിയാണ് അത്യുജ്വല വിജയം കരസ്ഥമാക്കിയത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 63 സീറ്റുകൾ നേടിയപ്പോൾ മുസ്ലിം ലീഗ് 22 സീറ്റുകളിലും കേരള കോൺഗ്രസ് 7 സീറ്റുകളിലും വിജയിച്ചു. അതേസമയം ഭരണകക്ഷിയായിരുന്ന CPM 26 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും കേരള കോൺഗ്രസ് സംഭൂജിരാവുകയും ചെയ്തു. വിസ്മയ വിജയത്തിന് പിന്നാലെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കോൺഗ്രസിനുള്ളിൽ വിവിധ വിഭാഗങ്ങൾ സജീവമാണ്. നിയമസഭാ കക്ഷി യോഗത്തിൽ തനിക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് KC വേണുഗോപാൽ. എന്നാൽ ഘടകകക്ഷികളുടെ പിന്തുണയോടെ VD സതീശൻ വിഭാഗവും പ്രവർത്തന പരിചയം മുൻനിർത്തി രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പാർട്ടി ഹൈക്കമാൻഡ് ഉടൻ തീരുമാനമെടുക്കുമെന്ന് KC വേണുഗോപാലും പാർട്ടി എന്ത് തീരുമാനിച്ചാലും അത് അനുസരിക്കുമെന്ന് VD സതീശനും വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിന്റെയും പങ്കാളിത്തത്തോടെ നിർണായക യോഗം നടക്കുകയാണ്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഘടകകക്ഷികളായ മുസ്ലിം ലീഗും ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. മുൻപ് ലീഗ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഇത്തവണ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. പകരം ലീഗിന് ആരോഗ്യ വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചനകൾ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യഘട്ടത്തിൽ മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ലെന്നും എല്ലാ ജില്ലകൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നുമാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിലപാട്. ഹൈക്കമാൻഡ് നിരീക്ഷകരെ ഉടൻ തീരുമാനിക്കുന്നതോടെ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുന്നണികളുടെ വോട്ട് വിഹിതത്തിലും പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നുവെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. കണക്കുകൾ UDFന് വലിയ ആത്മവിശ്വാസം നൽകുമ്പോൾ LDFന് കനത്ത തിരിച്ചടിയുടെ സൂചനയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് UDF തങ്ങളുടെ വോട്ട് വിഹിതത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തവണ 39.41% വോട്ട് വിഹിതം ഇത്തവണ 46.5%ലേക്കാണ് UDF ഉയർത്തിയത്. ഏകദേശം 7%-ലധികം വോട്ടുകൾ അധികമായി സമാഹരിക്കാൻ UDFന് സാധിച്ചു എന്നത് അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ലഭിച്ച അംഗീകാരം കൂടിയാണ്. ഇതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചതും കോൺഗ്രസ് തന്നെയാണ്. 28.79% വോട്ട് വിഹിതം പാർട്ടി സ്വന്തമാക്കി. മുസ്ലിം ലീഗിനും 11.01% വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച പ്രതീക്ഷിച്ച ആവേശത്തിലായിരുന്ന LDFന് ഇത്തവണ വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവും സംഭവിച്ചു. 2021 45.28% LDF വോട്ട് വിഹിതം ഇത്തവണ 37.6%ലേക്ക് താഴുകയായിരുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 7.68% വൻ കുറവാണ് LDF നേരിട്ടത്. ചാർട്ട് പ്രകാരം CPMന് 21.77% വോട്ട് വിഹിതം ലഭിച്ചപ്പോൾ CPI 6.64% വോട്ടുകളാണ് നേടിയത്.